ജിത്തുഭായ്, ആ ജ്യോതിഷ് ശങ്കർ ഡയറക്റ്റ് ചെയ്ത പൊന്മാൻ മൂഡ് കിട്ടിയോ നിങ്ങൾക്ക്? പൊന്മാൻ മൂഡ് കിട്ടിയോ? പൊന്മാൻ മൂഡ് എനിക്ക് സത്യം പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് കിട്ടിയിട്ടൊന്നുമില്ല. ജിത്തുഭായ്ക്ക് ഒരു പൊന്മാൻ മൂഡ് കിട്ടിയിട്ടില്ല. ബിക്കോസ് ജിത്തുഭായ്ക്ക് എവിടേക്കോ ഇത് കണ്ടതും കേട്ടതുമായിട്ടുള്ള കുറെ കഥകളുമായിട്ടുള്ള മുൻകാല പടങ്ങൾ ഇപ്പോൾ നമ്മൾ ശ്രീനിവാസൻ തട്ടാനായിട്ടുള്ള സിനിമയൊക്കെ കണ്ട് നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുള്ളതാണ്. ആ ഒരു സംഭവം നല്ല ക്ലീൻ ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. ആ ഒരു തീമൊക്കെ തന്നെയാണ് വരുന്നത്. സൊസൈറ്റിയിൽ എപ്പോഴും നിലനിൽക്കുന്ന പരിപാടി. അതായത് നമ്മളെ ലൈഫിൽ ഈ മനുഷ്യന്മാരെ എപ്പോഴും ഗോൾഡുമായിട്ട് റിലേറ്റ് ആയി കിടക്കുന്ന സംഭവങ്ങൾ കുറേ ഉണ്ട്. ഒരുപാട് ഇൻഫ്ലുവൻസ് പല കാര്യങ്ങളിലും. അതെ, അപ്പൊ ഇനിയിപ്പോ അതിന് ബിരിയാണി വരെ ഉപയോഗിച്ചു തുടങ്ങി. സ്വർണ്ണ തട്ടിപ്പ് ഭയങ്കരമാണ്. സ്വർണ്ണം റിലേറ്റഡ് ആയിട്ട് സൊസൈറ്റിയിൽ നമ്മൾ കാണുന്നതും കേൾക്കുന്നതുമായിട്ടുള്ള കൊടുക്കൽ വാങ്ങൽ തട്ടിപ്പ് പരിപാടി, അല്ലെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഒരു കുടുംബത്തിനകത്ത് കല്യാണം, സ്വർണം, ഡൗറി, ആ യൂഷ്വൽ തിങ്. പക്ഷെ എനിക്കൊരു മാറ്റം തോന്നിയത് മലപ്പുറത്തുള്ളതായതുകൊണ്ട്, മലബാർ ഏരിയയിലുള്ളതായതുകൊണ്ട് ഈ കൊല്ലം, കുട്ടനാട് സൈഡിലുള്ള കൊടുക്കൽ വാങ്ങലുകൾ എങ്ങനെയാന്നുള്ളത് നമ്മളെ ഏരിയക്കൊക്കെ ഗോൾഡൊക്കെ ഒരുപാട്, നമ്മളെ മലപ്പുറം കോഴിക്കോടൊക്കെ ഭാഗത്ത് ഗോൾഡൊക്കെ ഒരുപാട് ഇതാക്കുന്നതും സംഭവങ്ങളൊക്കെ കണ്ടു. പക്ഷെ അതുമായിട്ട് ഇങ്ങനെ വേറൊരു വശങ്ങളും കാര്യങ്ങളും നമ്മൾ കണ്ടിട്ടില്ല. അപ്പൊ അത് എനിക്കൊരു ഏരിയക്കുള്ള ഓരോരോ കാര്യങ്ങൾ ഇവിടെ ഇരുന്ന് ഇങ്ങനെ അറിയാത്ത ഞാൻ കാണുന്നതുകൊണ്ട് എനിക്കത് ഫ്രഷ് ഫീലിംഗ് ആണ്. അവിടെ ഉള്ളവർക്ക് ചിലപ്പോൾ ഇത് അറിയുന്നതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്കും ഫ്രഷ് ആയിരുന്നു. അതൊരു ഫ്രഷ്നെസ് ചിലപ്പോൾ അവിടെ ഉള്ളവർക്ക് ഫീൽ ചെയ്യില്ല, നമുക്കത് ഫ്രഷ് ആയിട്ട് ഫീൽ ചെയ്തു. അപ്പൊ അജേഷ് പ്രത്യേകിച്ച് ബേസിൽ ജോസഫിന് കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല. ഈസിയാണ്. ബേസിൽ ജോസഫിന് എപ്പോഴും ഉള്ള ഒരു ഗ്യാരണ്ടി ഉണ്ടല്ലോ, ആ ഗ്യാരണ്ടി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റി. പക്ഷെ എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസിനുള്ള വകുപ്പ് കഥയ്ക്കകത്തില്ല. എനിക്ക് സാധാരണ ബേസിലിനെ കാണുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടാവാറുണ്ട്. എനിക്ക് അതിന്റെ അത്രയൊന്നും സത്യത്തിൽ ഈ പടത്തിൽ തോന്നിയില്ല. ചെയ്തു അത്രേ തോന്നിയുള്ളൂ. വകുപ്പുണ്ടോ? അല്ല, അങ്ങനെ ഭയങ്കരമായി ചെയ്യാനുള്ള സാധനങ്ങളൊന്നും ഈ പടത്തിലില്ല. ഇതിലെ ഒരു ക്യാരക്ടറിനും എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസ് ചെയ്യാനുള്ള ഒരു സാധനവും കഥയ്ക്കകത്തില്ല. കഥ അങ്ങനെ ഒരു പ്ലെയിൻ സാധനം ആയതുകൊണ്ട് തന്നെ അയാൾക്ക് ചെയ്യാനുള്ള ഒരു ഡീസൻറ്റ് സാധനം അയാൾ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ബേസിൽ ജോസഫിന് നമ്മൾ സ്ഥിരമായിട്ട് കാണില്ലേ, എല്ലാ മാസവും ബേസിൽ അളിയാന്ന് വിളിക്കേണ്ട അവസ്ഥയാണ്. എല്ലാ മാസവും തിയേറ്ററിൽ 3-4 വട്ടം കാണുന്നുണ്ട്. പിന്നെ ആളുള്ളൊരു ഗുണം എന്താ വെച്ചാൽ ഇപ്പൊ ധ്യാനമാശാക്കി പറയില്ല, അയാളൊക്കെ സിനിമക്കൊക്കെ ഗ്യാരണ്ടി ഉണ്ടാവാറുണ്ട്. ഇപ്പൊ ഒരു ആഴ്ചയിൽ തന്നെ ഒരു 5 എണ്ണം ഇറക്കിയാലും ആ 5 എണ്ണം ഒരു വ്യത്യസ്തത ഫീൽ ചെയ്യാറുണ്ട്. ഇതിലതുണ്ട് കേട്ടോ, അല്ലെ? എവിടെയോ കഥയിലൊരു ഡിഫറെന്റ് എലമെന്റ് ഉണ്ട്. അതായത് ആസ് യൂഷ്വൽ പറയുന്ന സ്വർണ്ണക്കഥയാണെന്നുണ്ടെങ്കിലും എവിടെയോ ഒരു ഡിഫറൻസ് അവർക്ക് ഫീൽ ചെയ്യിപ്പിക്കാൻ പറ്റി എന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ ഇത്. പിന്നെ നമ്മുടെ സജിൻ അംബാനിലേക്ക് വരുമ്പോ കലിപ്പ് പിടിച്ച ആദ്യം മുതൽ അവസാനം വരെ കലിപ്പ്. അതാണ് അംബാനെ കാണിക്കുമ്പോൾ മുതൽ അംബാനെ അവസാനിക്കുന്ന വരെ കലിപ്പ് മോഡാണ്. ലാസ്റ്റ് അംബാനെ എപ്പോഴാണോ കാണിക്കുന്നത് അതുവരെ കലിപ്പ്. ഫുൾ മസിൽ കൊടുത്താം. ആ ക്യാരക്ടർ എങ്ങനെയാണ്, അയാൾ അങ്ങനെ തന്നെ മസിൽ പിടിച്ച് പോകുന്നു. എക്സൈറ്റ് ചെയ്യുന്ന ഫാക്ടർ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1-2 ക്യാരക്ടേഴ്സിന്റെ ഒരു ക്യാരക്ടർ ചേഞ്ച് അല്ലേ, അത് മാത്രമാണ് ഒരു എക്സൈറ്റിംഗ്. എനിക്ക് തോന്നുന്നു അംബാന്റെ കേസിലൊക്കെ ഇയാൾ ഇങ്ങനത്തെ പടം മാത്രം പിടിച്ച് പോകാതെക്കണമെന്ന് നന്നാവും അല്ലെ. ഫുൾ ടൈം കലിപ്പ് മാത്രമായ പിന്നെ അയാൾ അങ്ങനെ ഉണ്ടായി പോകുന്ന എനിക്ക് തോന്നുന്നു. കോമഡി കലിപ്പ് കോമഡി മിക്സ് കലിപ്പാണ് കോമഡി മിക്സ് കലിപ്പ്. ഇതിൽ പിന്നെ കോമഡി എക്സ്പെക്ട് ചെയ്യണ്ട, കലിപ്പ് സാധനമാണ്. പിന്നെ 1-2 ക്യാരക്ടർ ഞാൻ പറഞ്ഞ പോലെ തന്നെ വരുന്ന ഒരു ചേഞ്ച് ഉണ്ട്, ക്യാരക്ടറിന് വരുന്ന ഒരു ബിഹേവിയർ ചേഞ്ച്. അത് മാത്രമാണ് ഇതിനകത്തൊരു എന്നുള്ളൊരു ഫീലിംഗ് നമ്മൾ അടുപ്പിച്ചത്. അല്ലാത്ത പക്ഷം നമുക്ക് എക്സ്പെക്ട് ചെയ്യാല്ലേ കഥ. ഈ സിനിമയിൽ എന്താണ് അവർ പറയാൻ ഉദ്ദേശിച്ചത്? എനിക്ക് തോന്നുന്നു ഗോൾഡിന്റെയും ഒക്കെ തന്നെയാവും പറയാൻ ഉദ്ദേശിച്ചത്. സൊസൈറ്റിയിൽ നിലനിൽക്കുന്ന സ്വർണം റിലേറ്റഡ് ആയിട്ടുള്ള ഈ ഡൗറി കൊടുക്കുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളും തന്നെ അതാണ് മെയിൻ ആയിട്ട് പറയുന്നത്. അത് വേറൊരു രീതിയിൽ പറഞ്ഞു മാത്രം. ഒരു സ്ഥലത്തിനെ അല്ലെങ്കിൽ ആ സ്ഥലത്തെ കൾച്ചറിനെ ഉപയോഗപ്പെടുത്തിയിട്ട് ആണ് പറഞ്ഞു. പിന്നെ ലിജോമോൾ എങ്ങനെ ഉണ്ടായിരുന്നു? ലിജോമോൾ എനിക്കിഷ്ടമാണ് ആ നടീനെ. നമ്മളെ പടം കാണുന്ന മുതൽ തന്നെ അതന്നെ പറഞ്ഞോണ്ടിരിക്കുന്നത് തിയേറ്ററിൽ. കാരണം നമ്മളെ ഫസ്റ്റ് നമ്മളെ മറ്റേ പടം ഉണ്ടല്ലോ, മഹേഷിന്റെ പ്രതികാരം, അപ്പോൾ മുതൽ എനിക്ക് നൈസായി തോന്നിയിട്ടുണ്ട്. പിന്നെ തമിഴിലൊക്കെ പോയിട്ട് ഏതല്ലേ, ആള് കുഴപ്പമൊന്നുമില്ല. ആൾക്കും ഭയങ്കര ഗംഭീര പെർഫോമൻസ് ഒന്നും ചെയ്യാനുള്ള സംഗതി ഒന്നുമില്ല. ആക്ട് ചെയ്തിട്ടുണ്ട്. അവര് സംബന്ധിച്ചോളം സിമ്പിൾ ഒരു സാധനം ചെയ്ത പോലെ തന്നെ എനിക്ക് തോന്നിയത്. പിന്നെ നമ്മുടെ ബ്രൂണോടെ ക്യാരക്ടർ ചെയ്ത, അളിയൻ ക്യാരക്ടർ ചെയ്ത ആനന്ദ് മാധവൻ അല്ലേ, ആനന്ദ് മന്മഥൻ അങ്ങനെയാണ് പേര് IMDb കാണിക്കുന്നത്. ആശാന്റെ ക്യാരക്ടറാണ് ഇതിൽ കുറച്ചൊരു ഡെപ്ത് ഉള്ളതും അല്ലേ, കുറച്ച് പെർഫോമൻസ് എനിക്ക് ഇഷ്ടമായി. കാരണം അയാൾക്ക് എന്താണോ ക്യാരക്ടർ കൊടുത്തത് അത് നമുക്ക് അതാണ് കിട്ടി. കാരണം എന്താ പറയാ, അത് ഭയങ്കര റിലേറ്റബിൾ സാധനമായിരുന്നു. അത് നമ്മളെ സൊസൈറ്റിയിൽ ഇപ്പൊ അങ്ങനെ കുറെ ടീമുകളുണ്ട് എന്ന് പറഞ്ഞ് നടക്കണ കുറെ ടീമുകളുണ്ട്. എന്നിട്ട് അതുകൊണ്ട് പണിയിട്ടാലും മനസ്സിലാവാത്ത ആളുകൾ കുറെ ഉണ്ട്.
അത് സാധനമായിരുന്നു. അത് അയാൾ നന്നായി ചെയ്യും ചെയ്തല്ലേ. അയാളെ കൊണ്ട് നമുക്ക് എനിക്കും സത്യത്തിൽ ഇഷ്ടമായി. ഇതിൽ സത്യം പറഞ്ഞ പെർഫോമൻസിന്റെ കാര്യത്തിൽ ഈ ബ്രൂണോ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് ആക്ച്വലി സിനിമയിൽ എന്തെങ്കിലും ചെയ്യാണ്ടെങ്കിൽ ചെയ്തത് അല്ലേ. അതിലെനിക്ക് ആ ഒരു കോമഡി ഭയങ്കര ഇഷ്ടമായി. ഞാൻ അവളെ ചെറുപ്പത്തിൽ കുറെ എടുത്ത് നടത്തുന്നതാണ്. എടുത്ത് നടക്കത്ര വലിയ പ്രയാസമൊന്നുമില്ല. എല്ലാ സിനിമയിലും വരുന്ന ഒരു സാധനമാണ് അത് കുറെ ഉണ്ട് കേട്ടോ. അങ്ങനത്തെ സിറ്റുവേഷണൽ സാധനങ്ങൾ ഈ അളിയന്റെയും ഈ പറഞ്ഞ ബേസിന്റെയും ക്യാരക്ടറിന്റെ കോംബോ വരുന്ന സമയത്ത് അങ്ങനെ കുറച്ച് ചിരി പൊട്ടിക്കുന്ന സാധനങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ഈ സിനിമയിൽ അത്യാവശ്യം പണി ഉണ്ടായിരുന്നതും അത്യാവശ്യം ചെയ്യാനുണ്ടായിരുന്നതും ബാക്കിയുള്ളവരായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു ക്യാരക്ടർ തന്നെയാണ്. അളിയന്റെ ക്യാരക്ടറാണ് ത്രൂ ഔട്ട് ഒരു ഫസ്റ്റ് ഹാഫ് മൊത്തം. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഹാഫിൽ മാത്രമല്ല, പക്ഷെ അത് ഭയങ്കര വ്യത്യസ്തമായ ഒരു സാധനം എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. പണ്ടത്തെ മുതലുള്ള സിനിമകളിലൊക്കെ അതുപോലെ ഒരു അളിയന എല്ലാ സിനിമകളിലും ഉണ്ടാവാറുണ്ട്. കുറച്ച് ഫ്രഷ് ആണ്. ഒന്നിനും പറ്റാത്ത ഒരു അളിയൻ ഇങ്ങനെ വീട്ടിലാണ് റിയാലിറ്റി പ്രോഗ്രാമിൽ എങ്ങാണ്ട് വന്നിരുന്നു. ഏതോ ഒന്നിൽ കണ്ടതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സാധനത്തില് കമന്റ് ചെയ്ത കോമഡി സ്റ്റാർസ് എന്തെങ്കിലും പ്രോഗ്രാമിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്തിലൊക്കെയോ കണ്ടിട്ടുണ്ട്. അങ്ങനെ എവിടെയൊക്കെ കണ്ടു. വളരെ ഫെമിലിയർ ഫേസ് ആണ് കേട്ടോ അങ്ങനെ അല്ലേ. അതെ, പിന്നെ നമ്മളെ പ്രത്യേകത കൂടെ നമ്മളൊക്കെ ഇടയിൽ കാണുന്ന ഒരാളൊരു ഫേസ് പോലെ തോന്നുന്ന ആള്. പിന്നെ നമ്മളെ ദീപക് ഈസ് ലൈക്ക് എന്താ പറയാ, ദീപക്കിന്റെ പല ക്യാരക്ടേഴ്സും പല സിനിമകളും വെച്ച് നോക്കുമ്പോൾ ഇതിനകത്ത് പ്രത്യേകിച്ച് ഒരു ഇമ്പോർട്ടൻസ് ഉള്ള ക്യാരക്ടർ അല്ല ദീപകിന്റെ. എനിക്ക് തോന്നുന്നു ശരിക്കും അയാൾ ഇത് ചെയ്യാൻ തയ്യാറായല്ലോ എന്ന് ആലോചിച്ചല്ലേ. ബേസിന്റെ ഒക്കെ പുറകെ നടക്കുന്ന ഒരാളായിട്ട് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു സ്കീമിൽ അയാൾക്കായിട്ട് എടുത്ത് കാണിക്കാൻ പറ്റുന്ന സംഗതികളൊന്നും അതിലില്ല. അതെ. പിന്നെ അവര് അമ്മ റോള് ചെയ്തൊരു സ്ത്രീ ഉണ്ട്, നമ്മുടെ നടിയുടെ അമ്മയായിട്ട്, നമ്മളെ മെയിൻ നിജോമോളുടെ അമ്മയായിട്ട്. അവരുടെ ഭയങ്കര കൺവിൻസിങ് ആയിട്ടുള്ള 1-2 സാധനങ്ങളുണ്ട് ഈ മക്കളെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. അവരൊരു മക്കളെ കാര്യം വരുമ്പോൾ സ്വാർത്ഥയാവണ ഒരു അമ്മ ആണ് അത്. അതുപോലെ അത് ആ ഒരു ഫീല് കിട്ടിയിട്ടുണ്ട്. എന്താണ് ഞാൻ എന്തൊക്കെ പറഞ്ഞത്, ശരിക്കും ചിലപ്പോൾ കാണുന്ന ആൾക്കാർക്ക് ഇതാണോ അത്ര ഫീൽ എന്ന് തോന്നും. പക്ഷെ അത് അങ്ങനെ തന്നെയാണ് എല്ലാ അമ്മമാരും ചെയ്യുന്നുണ്ടാവുള്ളൂ. പ്രത്യേകിച്ച് പെൺമക്കളെ കാര്യമൊക്കെ വരുമ്പോഴേ അത് നല്ല അടിപൊളിയായിട്ട് അവർ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇന്ദു ഗോപനും ജസ്റ്റിൻ മാത്യു ആണ് ഇതിൻ്റെ കഥ എഴുതിയിട്ടുള്ളത്. അവർക്ക് ഭയങ്കര ഈസി ആയിരിക്കണം, കാരണം റിയലായിട്ട് നടക്കുന്ന അല്ലെങ്കിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമ്പ്രദായം എടുത്തു കൊടുന്ന് വെച്ച് കഥയാക്കുമ്പോൾ അതിൽ പ്രത്യേകിച്ച് ഒരു ബോംബ് സാധനമൊന്നും കൊണ്ടുവന്ന് എഴുതാനൊന്നുമില്ല. പ്ലെയിനായിട്ട് ഈ സംഗതി കൊടുക്കുക, ആ സംഗതി നല്ല രീതിയിൽ ഒരു ഡയറക്ടർ ഡയറക്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് ബാക്കിയുള്ളവർ ഒരു നല്ല കാസ്റ്റും വെക്കുക. അവർക്ക് അങ്ങനെ അല്ലേ, ഒരു ഹൈപ്പർ പരിപാടിയൊന്നും അതിനകത്ത് അവർക്ക് പിടിക്കാനൊന്നുമില്ല. മ്യൂസിക് വൈസ് വീണ്ടും ഈ സിനിമയിൽ എന്തുണ്ട്, കുറച്ച് എൻഗേജ്ഡ് ആണ് ജസ്റ്റിൻ വർഗീസ്. മ്യൂസിക് വൈസ് ചില പാട്ടുകളൊക്കെ കുഴപ്പമില്ലല്ലേ. പല സിനിമയിലും ഇങ്ങനത്തെ ചെറിയ സിനിമയിലൊക്കെ പാട്ട് ചിലപ്പോൾ ക്രിഞ്ചടിക്കാറുണ്ട്. പക്ഷെ എനിക്കെന്താ അറിയാം, എനിക്ക് ഈ സിനിമയിൽ ലൊക്കേഷൻ ഒന്നും കാര്യമായിട്ട് യൂസ് ചെയ്തവര് തോന്നിയില്ല. കാരണം അവിടെ നല്ല നല്ല ലൊക്കേഷനൊക്കെ ഉണ്ട്. ഈ ചെമ്മീൻ അങ്ങനത്തെ സാധനങ്ങളും സംഭവങ്ങളൊക്കെ ഉള്ള അതൊന്നും ഇതിൽ യൂസ് ചെയ്തതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. അതൊക്കെ എനിക്ക് ഇതിനെ പറ്റി ഒരു നെഗറ്റീവ് തോന്നിയ സാധനം. മൂവിന്റെ മോസ്റ്റ് പാർട്ട് നടക്കുന്നത് കല്യാണം രാത്രി ആയതുകൊണ്ട് അതെ അങ്ങനത്തെ ഒരു സ്കീം കൂടി ഉണ്ട്. സിനിമാറ്റോഗ്രാഫി വലിയ വിഷയങ്ങളൊന്നുമില്ല, ഒരു നീറ്റ് സിനിമാറ്റോഗ്രാഫി സാധനങ്ങളൊക്കെ തന്നെയാണ് ഉള്ളത്. ഓക്കെ, അപ്പൊ ഇനി ഡയറക്ടറിന്റെ എങ്ങനെയുണ്ട് അല്ലേ? കുഴപ്പമില്ലല്ലോ, കുഴപ്പമില്ലാന്ന്. ഈ കഥയ്ക്ക് ഇങ്ങനത്തെ ഒരു ഡയറക്ഷൻ തന്നെ, സീനൊന്നും ഇല്ലാതെ ഡയറക്റ്റ് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞല്ലോ, ഒന്നും നമുക്കങ്ങനെ ഹൈപ്പർ അല്ലെങ്കിൽ ഭയങ്കര സംഭവം എന്ന് പറയാൻ മാത്രം ഇല്ലാത്തൊരു കഥയും ഒരു പ്ലോട്ടും അതിങ്ങനെ പോകുന്നതും അതിൻ്റെ ഫ്ലോയും അത് വളരെ നീറ്റായിട്ട് എടുത്തു വെച്ചു, നീറ്റായിട്ട് അഭിനയിച്ചു പോയി. എന്നെ സംബന്ധിച്ചോളം എങ്ങനെയാണെന്ന് അറിയാം, എനിക്ക് തോന്നിയത് എനിക്ക് ഈ പടം കണ്ട് ഇറങ്ങുന്ന സമയത്ത് ഭയങ്കരമായിട്ടൊരു പടം നല്ലൊരു പടം അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. ചെറിയ പടം നീറ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്തു, അത് തീർന്നു. ഡോണ്ട് എക്സ്പെക്ട് ബേസിൽ ബ്രില്യൻസ്, ഒരു സജിൻ എന്താ പറയാ, ഒരു ഭയങ്കര സംഭവം അംബാൻ എഫക്റ്റ്, അതൊന്നും ഡോണ്ട് എക്സ്പെക്ട്. അങ്ങനത്തെ സംഗതികളൊന്നുമില്ല. ആ നീറ്റ് സാധനം എവിടേക്കോ കണ്ടൊരു ഗോൾഡ് റിലേറ്റഡ് സാധനം, ബട്ട് സ്റ്റിൽ ഈ പ്രത്യേകിച്ച് എന്താ അറിയോ, ഇതിൽ പറയുന്ന ഗോൾഡ് ടൈപ്പ് ഓഫ് ഗോൾഡിന്റെ സാധനങ്ങൾ പറയുമ്പോൾ എല്ലാ സിനിമയിലും ഈ സാധനങ്ങളൊക്കെ തന്നെ പറയാൻ പറയുന്നത്. പക്ഷെ എന്താ പറയുക, ഇത് അവർക്ക് ആ നാടുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റി. അതിനകത്ത് ഇങ്ങനെ ഒരു ഫാക്ടർ ഉണ്ട് എന്നുള്ളത് കാണിച്ചു തരാൻ പറ്റി. അതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ നാട്ടിൽ അങ്ങനെ നടക്കാത്തതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് ഐഡിയ ഇല്ലാത്തതുകൊണ്ട് നമുക്കത് ഫ്രഷ് ആയിരുന്നു. നടക്കുന്ന നാട്ടിൽ അവർക്കിത് കണ്ടുപരിച്ചുള്ള പരിപാടി ആയതുകൊണ്ട് അവർക്കത് ഫ്രഷ് ആവില്ല. ഓക്കെ, സോ ഒരു മിക്സഡ് സാധനമാണ്. എനിക്കൊരു വെരി ആവറേജ്. നിങ്ങൾക്കോ? എനിക്കും അങ്ങനെ തന്നെ തോന്നിയുള്ളൂ. എനിക്ക് ഭയങ്കരമായിട്ടൊന്നും ഫീൽ ചെയ്തിട്ടില്ല. ഒരു ആവറേജ്, ഒരു ഡീസൻറ്റ് ആവറേജ് മൂവി, അത്രേ നമുക്ക് ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാൻ പറ്റൂ. ഓക്കെ, ഞാൻ അഗെയിൻ പറയുന്നു, ബേസിലിൻ്റെ ഒരു വെരി ആവറേജ് അല്ലേ, വെരി ആവറേജ് മൂവി ബേസിലിൻ്റെ.
ഇത്രയും സൂക്ഷ്മദർശിനി മറ്റതൊക്കെ കണ്ടിറങ്ങിയ ബേസിലിന്റെ ഒരു മിനിമം തമാശയും കാര്യങ്ങളൊക്കെ മൂപ്പരത് ഉണ്ടാവും. ആ ഒരു മിനിമം സാധനം തമാശ പറയാണെന്ന് തോന്നിക്കാതെ ചില ചിരിപ്പിക്കലൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. അങ്ങനത്തെ ഒരു സാധനം ഇഷ്ടം എനിക്ക് മനസ്സിലായി. അതല്ലേ? അല്ല, അതല്ല, കടപ്പുറത്ത് കൂടി ഒരു സാധനം അത് വെള്ളടിച്ചു കഴിഞ്ഞാൽ പലർക്കും പല ആഗ്രഹങ്ങളുണ്ടാവില്ല, അതിൽ പെട്ട സാധനം. അത് വറക്കാണല്ലേ, സാധനമാണ്. അപ്പൊ ഓക്കെ, കണ്ടോ അല്ലേ? കണ്ടോ, വർത്താണ്. ഒരു വട്ടൊക്കെ നമ്മളെ നാട്ടിലെ ഒരാളുടെ മൂപ്പര് ഇതുപോലെ ഒരു പ്രാവശ്യം ന്യൂ ഇയറിന് വെള്ളടിച്ചിട്ട് ഗ്രൗണ്ടിന് നടുവിൽ കല്ലിട്ട് അതിന്റെ മുകളിൽ കയറുന്നിട്ട് കോഴിക്കോട് പാലക്കാട് ഒരു ബസ് ഞാൻ അതേപോലത്തെ ഒരു സാധനം തോന്നി എനിക്കത്. ഓയോ, അപ്പൊ ഓക്കെ അല്ലേ? ഓക്കെ.